കോ റെഡംട്രിക്സ് എന്ന് പറഞ്ഞ് ഈ ഡോക്യുമെൻ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ അവിടെ വിവരിച്ചു തുടങ്ങുന്നത് ഈ രക്ഷാകര ചരിത്രത്തിൽ മറിയം എങ്ങനെ സഹകാരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9 പരാമർശിച്ചുകൊണ്ട്, അതായത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മളെല്ലാവരും, മറിയം മാത്രമല്ല നമ്മളെല്ലാവരും പങ്കുചേരുന്നുണ്ട്. കൊളോസ്യോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 24 പറയും, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അത് കുരിശിൽ ചേർത്ത് വച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ സഹനത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മളും പങ്കുചേരുകയാണ്. അതുപോലെ അതിനേക്കാൾ ഉപരിയായി അനന്യമായ രീതിയിൽ പരിശുദ്ധ കന്യകാമറിയം ഈ കർമ്മത്തിൽ, അതായത് അവൻ്റെ ജനനം മുതൽ കുരിശ് മരണം വരെ അവനെ അനുധാവനം ചെയ്ത് അവനോടൊപ്പമായിരുന്നു. ആ ബലി പൂർണ്ണമാകുന്നതിൽ മൊത്തം അവിടെ കുരിശ് ചുവട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനന്യമായ രീതിയിൽ അവൾ പങ്കുചേർന്നു എന്നുള്ളതും നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സഹകാർമ്മിത്വം, അതായത് യേശു അർപ്പിച്ച ബലി പോലെ ഒരു ബലിയല്ല അവൾ അർപ്പിച്ചത്. അതാർക്കും അനുവർത്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. യേശുവിൻ്റെ ബലി അനന്യമായിരുന്നു. നമ്മുടെതെല്ലാം അതിലൊരു പങ്കാളിത്തമാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അത് നമുക്ക് ഇപ്പോഴും, അവൾ ഇപ്പോഴും തുടരുന്നുണ്ട്, പരിശുദ്ധ മറിയം ഇപ്പോഴും തുടരുന്നുണ്ട്, നമ്മളും തുടരുന്നുണ്ട്. അതാണ് ഈ സഹരക്ഷക എന്നുള്ളതിനെ പറ്റി പ്രഥമമായി പറയുന്ന ഒരു കാര്യം. ഇനി എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ഈ ഒരു ടൈറ്റിൽ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു എന്നുള്ളത് ദൈവജനത്തിൽ ധാരാളം തെറ്റിദ്ധാരണ പരത്താൻ ഇടയാകും. കാരണം നമ്മൾ ഒത്തിരി സമയം എടുത്തിട്ടാണ് ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ, അതായത് ആ ഡോക്യുമെൻറ്റിനകത്ത് പറയുന്നത് തന്നെ ഒത്തിരി റീസൺസ് കൊടുത്ത് മാത്രമേ ദൈവജനത്തിന് നമുക്ക് ബോധ്യം വരുത്താൻ പറ്റൂ ഇത് സഹരക്ഷക ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ 7 പ്രാവശ്യം പരാമർശിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പം അദ്ദേഹം ഉപയോഗിച്ചത് ഈ നമ്മളിപ്പോൾ പറയുന്ന പങ്കാളിത്തം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ അവൾ തന്നെ ഒരു പാരലായിട്ടുള്ള ഒരു ബലി അർപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ദൈവജനത്തിനിടയിൽ സത്യം പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സംശയം കൂടുതൽ ജനിപ്പിക്കുന്ന തരത്തിൽ വളരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. മാത്രമല്ല യേശുവിൻ്റെ അനന്യമായ ബലിക്ക് ഒരു നിഴലായിട്ട് ഇത് അതിനെ മറച്ചു കളയും, അതിൻ്റെ യോഗ്യതകളെ മറയ്ക്കുന്ന തരത്തിലോട്ട് ഇത് വളരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് ഒബ്സ്ക്യൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്ന് ഡോക്യുമെൻ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്.